അല്ല, അതൊക്കെ അവർ ചെയ്യും. കാരണം ഈ തിരുവനന്തപുരത്തിൻ്റെ ഒരു പ്രത്യേകത ഞാൻ പണ്ടും പറഞ്ഞിട്ട്, കേരളത്തിൽ BJP ജയിക്കാൻ പോകുന്ന ആദ്യത്തെ പാർലമെൻറ്റ് മണ്ഡലം തിരുവനന്തപുരം ആയിരിക്കും എന്ന് പലപ്പോഴും പറയുമ്പോഴും ഞാൻ എടുത്തു പറഞ്ഞിരുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, തിരുവനന്തപുരത്ത് BJP ജയിക്കണമെങ്കിൽ ഒന്നുകിൽ, അല്ല പ്രത്യേകിച്ച് തരൂരിനെതിരായിട്ട്, തരൂരിനെ തോൽപ്പിക്കണമെങ്കിൽ ഒന്നുകിൽ സിനിമാ നടൻ മോഹൻലാൽ മത്സരിക്കണം BJP സ്ഥാനാർത്ഥിയായിട്ട്, അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് നരേന്ദ്രമോദി മത്സരിക്കും. കാരണം അത്ര വലിയ ഒരാൾക്ക് മാത്രമേ തിരുവനന്തപുരത്ത് വലിയൊരു കോളനെ കൊണ്ടൊക്കെ. തീർച്ചയായിട്ടും BJP-ക്കാർ ചില്ലറക്കാരൊന്നുമല്ല. അവർ ഈ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് മാത്രമല്ല മുന്നിൽ കാണും. 2026, 2031, 2030 കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പും 31 നിയമസഭാ തെരഞ്ഞെടുപ്പും അത് കഴിഞ്ഞ് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പും പിന്നത്തെ തെരഞ്ഞെടുപ്പ് കൂടി മുന്നിൽ കണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് BJP. കേരളത്തിലെ BJP-ക്കാരെ ഉദ്ദേശിച്ചല്ല ഞാൻ പറഞ്ഞത്, കേന്ദ്രത്തിലെ BJP. പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളുടെ ചാണക്യൻ, അല്ലെങ്കിൽ ചാണക്യൻ്റെ മുത്തച്ഛനായ അമിത്ഷാ എന്ന് പറഞ്ഞൊരു വ്യക്തിയല്ല, അദ്ദേഹത്തിൻ്റെ പിന്നിലുള്ള വലിയ ഒരു ശക്തി, ഒരുപാട് ബുദ്ധിയുള്ള നിരവധി കമ്പ്യൂട്ടറുകളുടെ സഹായത്തോടെ ഓരോ മണ്ഡലത്തെയും വിശകലനം ചെയ്ത് അതിൻ്റെ ഇത് കമ്പ്യൂട്ടറായിട്ടുള്ള ഇക്വേഷൻ, അല്ലെങ്കിൽ ബിരുദധാരികളുടെ എണ്ണം, എത്ര പേര് മെട്രിക്കുലേഷൻ പാസ്സായവരുണ്ട്, എത്ര പേര് പ്രീ ഡിഗ്രിക്കാരുണ്ട്, എത്ര BA-ക്കാരുണ്ട്, എത്ര PhD-ക്കാരുണ്ട്, അതിൽ വാഴക്കുലയെക്കുറിച്ച് ഗവേഷണം നടത്തിയവർ എത്ര ഉണ്ടെന്നൊക്കെ പഠിച്ച് അവരെ ഏത് രീതിയിൽ സ്വാധീനിക്കാൻ കഴിയുമെന്ന് മനസ്സിലാക്കിയിട്ടാണ് BJP ഓരോ തെരഞ്ഞെടുപ്പിലും തന്ത്രങ്ങൾ പയറ്റുന്നത്. വാജ്പേയിയുടെ BJP അല്ല, അദ്വാനിയുടെ BJP അല്ല, ഇത് അമിത്ഷായുടെ BJP ആണ്, മോഡിയുടെ BJP പോലും അല്ല. അപ്പോൾ അമിത്ഷാ എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കരൻ ചാണക്യൻ. അദ്ദേഹത്തിൻ്റെ ഇലക്ഷൻ എഞ്ചിനീയറിംഗ്, ഈ എഞ്ചിനീയറിങ്ങിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ചെറിയ വിജയമാണ് ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ നമ്മൾ കാണുന്നത്. ഇത് അവരൊരു സ്റ്റെപ്പിംഗ് സ്റ്റോണായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ പുറകിൽ വലിയ ആസൂത്രണമുണ്ട്. നരേന്ദ്രമോദി അല്ല ഇനി ഗുട്ടറസിനെ കൂട്ടണമെങ്കിൽ അത് ചെയ്യും. മനസ്സിലായില്ലേ? തിരുവനന്തപുരത്ത് ഒളിമ്പിക്സ് നടത്തുന്നതൊക്കെ പുള്ളി ഞാൻ പേടിച്ചു പോയി. തിരുവനന്തപുരത്ത് ഇന്ത്യയും വെസ്റ്റ് ഇൻഡീസും തമ്മിൽ ക്രിക്കറ്റ് ടൂർണമെൻറ്റ് നടത്തുമെന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം അല്ലേ, ഒരു വേദിയായിട്ട് വേണമെങ്കിൽ അവതരിപ്പിക്കാം. പക്ഷേ തിരുവനന്തപുരത്ത് ഒളിമ്പിക്സ് നടത്തുമെന്ന് പ്രിയപ്പെട്ട രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞിട്ടപ്പോൾ ഞാൻ ഞെട്ടിത്തരിച്ചു പോയി. BJP ഒക്കെ ജയിച്ചാലോ എന്ന് ആലോചന പേടിച്ചു. കാരണം എന്താ വെച്ചാൽ തിരുവനന്തപുരത്ത് പോയി നമ്മൾ ഒളിമ്പിക്സ് കണ്ടു വരുമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ചെറിയ വാഗ്ദാനങ്ങളൊന്നുമല്ല. ഈ സ്ഥാനാർത്ഥി സാറാമ്മ എന്ന സിനിമ കണ്ടിട്ടുണ്ടോ? ഇല്ല. അങ്ങനെ ഒരു സിനിമയാണ്, ബ്ലാക്ക് ആൻഡ് വൈറ്റ്. അത് യൂട്യൂബിലുണ്ട്, ഞാൻ TV-യിൽ പണ്ട് കണ്ടിട്ടുള്ളതാണ്. 1965 മറ്റോ റിലീസായിരുന്നു. 64 നടന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ രസകരമായ ഒരു കഥയാണ് ഈ സ്ഥാനാർത്ഥി സാറാമ്മ എന്ന പേരുള്ള ഒരു പെൺകുട്ടി, ഒരു സുന്ദരിയായ യുവതിയാണ്. ഷീലയാണ് ആ റോൾ അഭിനയിക്കുന്നത്. സാറാമ്മയുടെ കാമുകൻ ജോണിക്കുട്ടി, മാത്തുക്കുട്ടി എന്നൊക്കെ പറഞ്ഞ ഒരു ചെറുപ്പക്കാരൻ, അയാൾ സ്ഥാനാർത്ഥിയായിട്ട് പഞ്ചായത്തിൽ മത്സരിക്കും. എതിർ പാർട്ടിക്കാർ സ്ഥാനാർത്ഥിയായിട്ട് സാറാമ്മയെ അവതരിപ്പിക്കും. ഇവർ തമ്മിൽ മത്സരിക്കും. അപ്പോൾ ഈ സാറാമ്മയ്ക്ക് വേണ്ടി വോട്ട് പിടിക്കുന്ന, പാട്ട് പാടി വോട്ട് പിടിക്കുന്ന ആൾ അടൂർ ബാസിയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പാട്ടുണ്ട്, അതിലിങ്ങനെ ഇത് പല വാഗ്ദാനങ്ങൾ കൊടുക്കുന്നുണ്ട്. പഞ്ചായത്തിൽ കുരുവി ജയിച്ചാൽ അരിയുടെ കുന്നുകൾ നാടാകെ എന്നാണ്. അരിയുടെ കുന്നുകളാണ് എന്ന് അടൂർ ബാസി എടുത്തു പറയും. NGO-മാർക്കെല്ലാം ഇന്നത്തെ ശമ്പളം 4 ഇരട്ടി. വനം പതിച്ചു കൊടുക്കും, ആർക്കും വനം പതിച്ചു കൊടുക്കും. ഏത് പഞ്ചായത്തിൽ പാർട്ടി ജയിക്കുന്ന ആളെ. പണക്കാർക്ക് മരുഭൂമി, കൃഷിക്കാർക്ക് കൃഷിഭൂമി, ഇങ്ങനെയൊക്കെയുള്ള വാഗ്ദാനങ്ങൾ. അവസാനം എല്ലാം കഴിഞ്ഞിട്ട് പുള്ളി പറയുന്നത്, തോട്ടുംകരയിൽ വിമാനമിറങ്ങാൻ താവളമുണ്ടാക്കും, വിമാനത്താവളമുണ്ടാക്കും.